അപ്പോൾ ഇനി ചെറുക്കൻ്റെ വീട്ടുകാരുടെ വക മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് അവൻ ഊരി ഗൈസ്. ഇപ്പം ഞാനും ഇനി ഊരട്ടെ. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ മെയിനായിട്ട് എന്താ ചെയ്യണമെന്നുള്ള ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡബിൾ ബാരൽ എന്ത് അപ്പോൾ ഞാൻ അത് പറയാൻ വരുക. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഇൻട്രോയിൽ ഡബിൾ ബാരൽ എന്ന ചാനലിൻ്റെ പേര് പറയാൻ ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ചാനൽ കുറേ ആയിട്ട് ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ അറിയാവുന്നവർ പറയുന്നു ഈ യൂട്യൂബ് ചാനലിലെ പേരൊന്ന് മാറ്റി പിടിക്കാൻ, ഒന്നെങ്കിൽ അർജുൻ അനന്തുന്നോ അല്ലെങ്കിൽ അനന്തു അർജുനെന്നോ ഞങ്ങളുടെ പേര് തന്നെ ആക്കാൻ പറയുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ നിങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് എന്ത് പേരിലോട്ടാണ് മാറ്റേണ്ട ആ പേരോട് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങളത് നോക്കാം ഏത് പേരാണ് നല്ലതെന്ന് വെച്ചാൽ അത് മാറ്റും പരിഗണിക്കുന്നതാണ്. പിന്നെ മാറ്റണോ വേണ്ടയോന്നോ അത് ആദ്യം പറയണം. അതിൻ്റെ ഭൂരിപക്ഷം ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊന്നുമല്ല, ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫിറ്റ്നസ്സിനെ പറ്റി ചെറിയൊരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചലഞ്ച് പോലെ. ഞങ്ങൾ കുറച്ച് നാളായി ഇപ്പം ജിമ്മിൽ പോകുന്നുണ്ട്, എന്നാലും അവിടെ ചെല്ലുമ്പോൾ മടിയാണ്. ഞങ്ങളങ്ങനെ വർക്കൗട്ട് അധികം ഈ പ്രോപ്പറായിട്ടും ചെയ്യാറില്ല, അത് വല്ലപ്പോഴുമാണ് ജിമ്മിൽ പോകുന്നതും. പിന്നെ ഇപ്പം അത്യാവശ്യം ഫിറ്റാണ്, എന്നാലും ഇതൊരു ഫിറ്റാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും പോരാ, ഞങ്ങളുടെ ശരീരം കണ്ടാൽ തന്നെ അറിയാം. അല്ല, അതിൽ ഫാറ്റുണ്ട്, മൊത്തം ഫാറ്റുണ്ട്. അത് കട്ട് ചെയ്യണം, കാർഡിയോ നല്ലോണം ചെയ്യണം. പിന്നെ ഇപ്പോൾ ഉള്ള മസിൽസ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കി കുറച്ചുകൂടെ മസ്കുലർ ആക്കണം എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ബോഡിയൊക്കെ ഒന്ന് ഡെവലപ്പാക്കി ഇപ്പം എങ്ങനെയാണോ അതിനേക്കാൾ ഡബിൾ. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് മസ്കുലർ ഒന്നും ആക്കണ്ട, ഒരുപാട് രീതിയിൽ മസ്കുലർ നമ്മൾ ഡയറ്റ് എടുക്കണം. നല്ലതായിട്ട് ഡയറ്റ് എടുക്കുമ്പോൾ ഒരുപാട് കാശ് കിട്ടും. അപ്പോൾ അത്ര സാമ്പത്തികമൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ അത്യാവശ്യം ഫിറ്റായിട്ട് എടുക്കുക. നമുക്കിവിടെ കിട്ടുന്ന അങ്ങനെ ആ ഒരു ചലഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. വലിയ ഡയറ്റൊന്നും ഇല്ല, നമുക്ക് അത്യാവശ്യം വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡ്സൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബോഡിയും സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇന്നെത്ര തീയതി? 25 അല്ലേ? ഇന്ന് 25. അടുത്ത മാസം 25-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ എന്തായാലും ഇപ്പോൾ അപ്ലോഡ് ചെയ്യും. ഇതല്ല, ഇതിൻ്റെ റിസൾട്ട് ട്രാൻസ്ഫോർമേഷൻ അടുത്ത മാസം 25-ന്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സാങ്കേതിക തകരാറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റം വരും. 27-ഓ 28-ഓ അങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് വരും. എന്നാലും ഞങ്ങളത് മാക്സിമം ആ ഒരു റേഞ്ചിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നേരത്തെ അപ്ലോഡ് ചെയ്യുക. കാരണം നല്ല റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞങ്ങൾ മടി കാരണം നിർത്തും. അത് ഞങ്ങളുടെ സ്വാഭാവികം, ഞങ്ങളുടെ നേച്ചർ അതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ജിമ്മിൽ പോയി തുടങ്ങുന്നവരോട് പറയുക, നിങ്ങളൊരിക്കലും പെട്ടെന്നൊരു റിസൾട്ട് കാണുമ്പം നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കുക. ഞങ്ങളെപ്പോലെ ആവരുത്, മടി പിടിക്കരുത്. മടിയന്മാരായിട്ടുള്ള ജിമ്മന്മാരായിരുന്നു അല്ലേ, നിങ്ങൾ എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് പോകാൻ നോക്കുക. കാരണം ഇതിലെപ്പോഴും ഒരു എന്താ പറയുക, കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസിയാണ് മെയിൻ. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഒന്നും നിലനിൽക്കത്തില്ല. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞങ്ങൾ ഈ വീഡിയോ മെയിനായിട്ട് എന്താ ചെയ്യണമെന്നുള്ള പിന്നെ ഈ വീഡിയോ ഞങ്ങൾ എന്താ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജിമ്മിൽ ചെല്ലുമ്പോൾ ഞങ്ങളോട് എപ്പോഴും കാണുന്നവരെല്ലാവരും പറയും, നിങ്ങൾ ഈ അല്ലെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ. എന്ത് ജിമ്മ് എന്തോ അത് എനിക്ക് നാക്കുളുക്കി ബാക്കി പറ. അപ്പോൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ അന്നേരം ഒന്നും കാര്യമാക്കാറില്ല. ഞങ്ങൾ ചെയ്യാമെന്ന് അവരോട് പറയാറുണ്ട്, പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളതൊക്കെ പണ്ട് 2 വർഷം മുന്നേ ഒക്കെ. അതെ, ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം. നിങ്ങൾ കാണുന്നവർ ജസ്റ്റ് പഴയ വീഡിയോ ഒക്കെ നോക്കി മനസ്സിലുണ്ട്. അപ്പോൾ അതും വലിയ ഇമ്പ്രസീവ് അല്ല പോരാ. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഇമ്പ്രസീവായിട്ടും അത് എൻഗേജിങ് ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അല്ല, ഇതിനകത്ത് വർക്കൗട്ടൊക്കെ ഉൾപ്പെടുത്തണോ? ഞങ്ങളുടെ ഐഡിയപരമായിട്ട് ന്യൂലി ഐഡിയ ക്രിയേറ്റീവായിട്ട് ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ. അപ്പോൾ പിന്നെ മെയിനായിട്ട് കുറേ കമൻറ്റ് വരാറുണ്ട്, നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ ചെയ്യാനുള്ള ഒരു കമൻറ്റ് വരാറുണ്ട്. റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ട്രെയിലർ റിയാക്ഷൻ, മൂവി റിയാക്ഷൻ, സോങ് റിയാക്ഷൻ, പിന്നെ റീൽ റിയാക്ഷൻ, ഇതൊക്കെ ചെയ്യണമെന്ന് ഓരോരുത്തർ കമൻറ്റ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്നവർ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ, ഈ മറ്റുള്ളവരുടെ കണ്ടൻറ്റിനെ നമ്മൾ എന്തിനാണ് മാക്സിമം അത് നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും അവരെ കളിയാക്കുന്ന രീതിയിലായിപ്പോൾ ഇല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാട് കൊണ്ട് ഓരോന്നെടുത്ത് ഓരോന്ന് ചെയ്യുന്നത്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അവർക്കല്ലേ കിട്ടുന്നത്. അവർ ചെയ്യട്ടെ, നമ്മളെന്തിനാ അവരെ കളിയാക്കി? ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കളിയാക്കല്ലെന്നല്ല, ഞങ്ങളെ കളിയാക്കാം. പക്ഷേ ഞങ്ങളെന്തിനാ വെറുതെ അവരെ കളിയാക്കുന്നത്? ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ കണ്ടന്റ് കൊണ്ടുവരാനാണ് താല്പര്യം. മറ്റുള്ളവരെ ടീസ് ചെയ്തോ അല്ലെങ്കിൽ കളിയാക്കിയോ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ
മൊത്തത്തിൽ പറയുവാണെങ്കിൽ അവർ കണ്ടന്റ് ചെയ്യുന്നത് അവരുടെ ഗുണങ്ങൾക്ക് വേണ്ടി. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ യാതൊരു ഗുണങ്ങളും വേണ്ട, ദോഷവും വേണ്ട. ഞങ്ങളെ കളിയാക്കേണ്ടവർ കളിയാക്കാം, അല്ലെങ്കിൽ ട്രോളുന്നവർക്ക് ട്രോളാം. അതൊന്നും വേണ്ടെന്ന് ഞങ്ങൾ പറയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞങ്ങളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾ ഇപ്പം പങ്കുവെച്ചത്. അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഈ കണ്ടന്റിന് വേണ്ടി ഞങ്ങൾക്ക് ഈ വരുന്ന പാട്ടുകൾക്കോ ഇല്ലെങ്കിൽ മൂവി ട്രെയിലറുകൾക്കോ റീൽസുകളുണ്ട്, അതിനെല്ലാം ഞങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതൊക്കെ തന്നെ കാരണം. അപ്പോൾ ഇത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞങ്ങളിത് മറുപടി പറഞ്ഞതേ ഉള്ളൂ. മറുപടി പറഞ്ഞില്ലെങ്കിലും നിങ്ങളെന്ത് ജാടയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന റിപ്ലൈ തരുന്നില്ല, ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ജാടയായതുകൊണ്ടൊന്നും തരാതിരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബോഡി കാണിക്കണമല്ലോ, അങ്ങനൊരു ഇതുണ്ട്. എല്ലാത്തിലും അങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നിർത്തിയേക്കാം. അപ്പോൾ ഇനി ചെറുക്കൻ്റെ വീട്ടുകാരുടെ വക മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. അവൻ ഒരു ഗൈസ്. അപ്പോൾ ഞാനും ഇനിയും ഉരട്ടെ. അപ്പോൾ ഗൈസ് നിങ്ങളുടെ ശരി ഇത്ര ഉള്ളൂ. ഇതിൽ നിങ്ങൾ കാണുമ്പം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് കാണുമ്പം നിങ്ങൾക്ക് നല്ല ശരീരമുണ്ടല്ലോ, ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുവാണ് എന്നൊക്കെ പറയും. പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി അറിയാമെന്നൊക്കെ മനസ്സിലാവും. ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല ഫാറ്റ് ഉണ്ട്, ഈ ഭാഗത്ത് ഫാറ്റ് ഉണ്ട്, ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഫാറ്റ് ഉണ്ട്. ഇതൊക്കെ കുറച്ചെടുക്കണം. അത്യാവശ്യം നല്ല ഡയറ്റ് വേണം. പക്ഷേ ഞങ്ങൾ അത്രയും വലിയ ഡയറ്റ് ഒന്നും നോക്കുന്നില്ല. നമുക്കിവിടെ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കഴിച്ച് പതുക്കെ കുറച്ചെടുക്കാം. എന്നുവെച്ചാൽ ഈ ഒരു മാസത്തിനുള്ളിൽ ഭയങ്കര വലിയ റിസൾട്ടൊന്നും കിട്ടുമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി ഫിറ്റ് ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കൈയൊക്കെ ഈ കൈ ശോഷിച്ചിരിക്കുക, കണ്ടോ? കൈ കുറച്ച് ഒന്ന് മസ്കുലർ ആക്കി എടുക്കണം. പിന്നെന്തുവാ, പിന്നെ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട്. ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ പകുതി റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒന്നുമല്ല, ജിമ്മിൽ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് കട്ട് ചെയ്യുന്നേ ഉള്ളൂ, ജിം കട്ട് ചെയ്യുന്നേ ഉള്ളൂ. പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാനായിട്ട് ഈ ബോഡി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബിഫോർ, ആഫ്റ്റർ. പിന്നെ ഈ ഒരു ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ കാണിക്കുമ്പം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി നമുക്ക് ഔട്ട്രോയിൽ പറയാം. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ അകത്ത് ഔട്ട്രോ എടുക്കുന്നത്. പക്ഷേ ഞങ്ങൾ വെളിയിൽ പോയാലും അല്ലെങ്കിൽ കുറച്ചപ്പുറത്ത് മാറി നിന്ന് കഴിഞ്ഞാലും അപ്പുറത്ത് അമ്പലമുണ്ട്, തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട്. അവിടുത്തെ ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് കേട്ട് കഴിഞ്ഞാൽ വീഡിയോ ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് അകത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത്. ഈ ചെറിയ എക്കോ ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക, കേൾക്കാമല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ തീരുന്നില്ല, ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത നെക്സ്റ്റ് മന്ത് 25th ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ 26, 27 അങ്ങനെ ആ മാസം തീരത്തില്ല, ഡിസംബർ ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് ഈ ഫിറ്റ്നസ് ചലഞ്ചും ഫിറ്റ്നസ് വീഡിയോസും ഒക്കെ. ഇതുപോലെ ഫാറ്റ് ടു ഫിറ്റ് ചലഞ്ചൊക്കെ വരുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ. പിന്നെ ഞങ്ങൾ ചലഞ്ചും പ്രാങ്കും അതൊക്കെ ഞങ്ങൾ ഉടനെ ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വീഡിയോ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പറയുന്ന വീഡിയോസ് ഞങ്ങൾ ഇടുന്നതാണ്, മാക്സിമം എടുക്കാൻ ട്രൈ ചെയ്യുന്നതാണ് അതൊക്കെ. പിന്നെ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ ഞങ്ങൾ രണ്ടുപേരുള്ള വീഡിയോ കമൻറ്റ് ചെയ്താലും വലിയ വേറെ എല്ലാ വീഡിയോ ഒന്നും പറയല്ലേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുള്ളൂ. നമ്മൾ ചലഞ്ച് ചെയ്യാനാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരെ കാണത്തുള്ളൂ. കുറേ പേരെ വിളിക്കുന്നുണ്ട്, ആർക്കും അങ്ങനെ വീഡിയോയ്ക്ക് മുന്നിൽ വരാനോ ഇല്ലെങ്കിൽ ചലഞ്ച് ഇങ്ങനെ ചെയ്യാനോ അതുപോലെ ആർക്കും താല്പര്യമില്ല. ഞങ്ങളുടെ കൂടെ നിന്ന് വീഡിയോ ചെയ്യാനല്ല, ഈ വീഡിയോയുടെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ വന്ന് ഓരോന്ന് കാണിക്കാൻ താല്പര്യമില്ലാത്തവരാണ് മിക്കവരും. ഞങ്ങൾ കുറേ പേരെ വിളിച്ച് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, ഇതുപോലെ ആരെങ്കിലും ചലഞ്ച് ചെയ്യാൻ വരാവോ, ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ചെയ്യാനിരിക്കുമായിരുന്നു. പക്ഷേ വിളിച്ച ആൾക്ക് ഒരു മടി. അതാ ക്യാമറയുടെ മുന്നിൽ ക്യാമറ ഷൈ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇന്ന് ഈ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ.